ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 2019 റെഗുലർ സപ്ലിമെൻ്ററിയുടെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്, മൊഡ്യൂൾ 3 ആൻഡ് 4. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എ പാർട്ട്. ഓക്കെ, explain the various types of power dissipation in CMOS inverter. Derive the expression for total power consumption of a CMOS inverter. സോ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പവർ ഡെസിപ്പേഷൻ ഇൻ എ CMOS ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 2020 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് എഴുതാനുള്ളത്, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പവർ ഡെസിപ്പേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷനും ദെൻ ഡൈനാമിക് പവർ ഡെസിപ്പേഷനും. സോ എന്താണ് സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ എന്ന് എഴുതുക, ദെൻ ഡൈനാമിക് പവർ ഡെസിപ്പേഷൻ എന്താണെന്ന് എഴുതുക. ഡൈനാമിക് പവർ ഡെസിപ്പേഷനിൽ തന്നെ നമ്മൾ ഒരു ചെറിയ ഇക്വേഷൻസിൻ്റെയൊക്കെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡൈനാമിക് പവർ എത്രയാണ്, അല്ലെങ്കിൽ സ്വിച്ചിങ് പവർ എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ടോട്ടൽ സ്വിച്ചിങ് പവർ PT എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് പവർ പ്ലസ് ഡൈനാമിക് പവർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ, ഫൈനൽ ഔട്ട്പുട്ട് എക്സ്പ്രഷനും എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് പോകുന്നത് സ്റ്റാറ്റിക് പവർ ഡെസിപ്പേഷൻ എന്താണ് എന്ന് എഴുതുന്നതിന് 4 മാർക്സ്, ഡൈനാമിക് പവർ ഡെസിപ്പേഷനിൽ എഴുതുന്നതിന് 4 മാർക്ക്, ഫൈനൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഫ്രീക്വൻസി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നതിന് 2 മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് പവർ ഡെസിപ്പേഷനിൽ ഇത് വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഇക്വേഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഡൈനാമിക് പവർ ഡെസിപ്പേഷനൊക്കെ തന്നെ നമ്മൾ പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഇൻവെർട്ടർ സ്വിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡൈനാമിക് പവറൊക്കെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഗ്രാഫൊക്കെ എവിടെയൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതെല്ലാം മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചിരി അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ അത് പറയുന്നില്ല ഇപ്പം, എങ്കിലും കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ PMOS ട്രാൻസിസ്റ്റർ ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് വൺസ് ആൻഡ് NMOS ക്യാൻ പാസ് സ്ട്രോങ് സീറോസ്. ഓക്കെ, വൈ PMOS ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് വൺസ് ആൻഡ് NMOS ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് സീറോസ്. സോ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഇപ്പോൾ നമ്മൾ റീഡ് ചെയ്ത ടൈപ്പിൽ, അതായത് വൈ PMOS is possible to, അല്ലെങ്കിൽ PMOS is capable of passing a strong 1 and NMOS is capable of passing a strong 0. ഓക്കെ, ഇങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചോദിക്കാം. വൈ PMOS passes strong 1s and weak 0s. Similarly, why NMOS passes strong 0s and weak 1s. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുമല്ലെങ്കിൽ ജസ്റ്റ് ഈ വീക്ക് സ്ട്രോങ്ങിൻ്റെ പാരാമീറ്റർ ചോദിക്കുന്നതിന് പകരം വീക്കിൻ്റെ പാരാമീറ്റർ വെച്ച് ചോദിക്കാം. വൈ PMOS ട്രാൻസിസ്റ്റർ ഡു നോട്ട് പാസ്, അല്ലെങ്കിൽ പാസസ് വീക്ക് 0 ആൻഡ് NMOS ഓൺലി വീക്ക് 1s. അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ PMOS ട്രാൻസിസ്റ്റർ അല്ലേ, PMOS ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ, അല്ലെങ്കിൽ ഗേറ്റ് കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലോജിക് 0 ആയിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 0 വോൾട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, PMOS ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. അതേപോലെ ഫോർ എൻ NMOS ട്രാൻസിസ്റ്റർ എന്തായിരിക്കണം, ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ലോജിക് 1, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, VDD വോൾട്ട് ആയിരിക്കണം നമ്മൾ NMOS ട്രാൻസിസ്റ്റർ ഓൺ ആവാനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇതിന് നമുക്കിപ്പോൾ 0 വോൾട്ട് കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ NMOSൻ്റെ കാര്യം എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു NMOS ട്രാൻസിസ്റ്റർ, ഞാൻ എൻ്റെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു NMOS ട്രാൻസിസ്റ്റർ, ഇതാണ് ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ ഞാൻ കൊടുക്കുന്ന ഡ്രെയിൻ എൻഡിൽ ഇൻപുട്ടും സോഴ്സ് എൻഡിൽ നിന്ന് ഞാൻ ഔട്ട്പുട്ടും എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡ്രെയിൻ എൻഡിലെ ഇൻപുട്ടും സോഴ്സ് എൻഡിലെ ഔട്ട്പുട്ടും ഗേറ്റിലാണ് ഞാൻ ടേൺ ഓൺ ചെയ്യാനായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് NMOS പറഞ്ഞിരിക്കുന്നതാണ്, NMOS ഒരു ലോജിക് 1 പാസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, എന്താണ്, NMOS ട്രാൻസിസ്റ്ററിൽ ഞാൻ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുകയാണ്, ഒരു VDD വോൾട്ടേജ് കൊടുക്കുകയാണ്. VDD എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വലൻ ടു ഒരു ലോജിക് 1 അല്ലേ. അപ്പോൾ ഞാൻ ഡ്രെയിൻ എൻഡിൽ ഒരു VDD വോൾട്ടേജ് ഞാൻ കൊടുക്കുവാണ്. ആ VDD വോൾട്ടേജ് നമുക്ക് സോഴ്സിൽ അവൈലബിൾ ആകണമെങ്കിൽ
എന്തായിരിക്കണം, എൻമോസ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കണം. ഇതൊരു പാസ് ട്രാൻസിസ്റ്റർ എന്നുള്ള അസംഷനിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ കൊടുത്ത വി ഡി ഡി ലോജിക് അല്ലെങ്കിൽ വി ഡി ഡി വോൾട്ടേജ് സോഴ്സ് എൻഡിൽ കിട്ടണമെങ്കിൽ ഞാൻ ഗേറ്റിൽ എന്ത് കൊടുക്കണം, എൻമോസ് ഓൺ ആക്കണ്ടേ. സോ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി 1, ലോജിക് 1 അല്ലെങ്കിൽ വി ഡി ഡി എന്ന് നമുക്ക് പറയാം. ഗേറ്റ് വോൾട്ടേജ് വി ഡി ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന ലോജിക്ക് നമുക്ക് എന്തിൽ കിട്ടും, ഔട്ട്പുട്ടിനകത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഐഡിയലി പറയുന്നത്, സപ്പോസ് നമുക്ക് അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു ചാർജിങ് ഉണ്ടെങ്കിൽ, ഐഡിയലി എന്താണ്, ദി ഔട്ട്പുട്ട് എൻഡ് സ്റ്റാർട്ട്സ് ചാർജിങ് അല്ലേ, വി ഡി ഡി വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയല്ലേ നമുക്ക് ഔട്ട്പുട്ട് വി ഡി ഡി ആവത്തുള്ളൂ. സോ ഔട്ട്പുട്ട് സ്റ്റാർട്ട്സ് ചാർജിങ് ഫ്രം 0 ടു വി ഡി ഡി, വി ഡി ഡിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ വെൻ ദി ഔട്ട്പുട്ട് റീച്ചസ്, അതായത് വെൻ ദി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ടി എൻ. വി ടി എൻ എന്ന് പറയുന്നത് എന്താണ്, എൻമോസിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ്. അതായത് 0യിൽ നിന്ന് പതുക്കെ ചാർജ് ചെയ്യുവാണ്, വി ഡി ഡി വരെ എത്തിയില്ല. വി ഡി ഡി മൈനസ് വി ടി എൻ എന്ന് പറയുന്ന ഒരു വോൾട്ടേജിൽ എത്തുന്ന സമയത്ത് എന്താണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് നോക്കിയേ, വി ജി എസ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വോൾട്ടേജ് മൈനസ് സോഴ്സ് വോൾട്ടേജ് അല്ലേ. ഗേറ്റിൽ നമ്മൾ ലോജിക് 1 ആണ് കൊടുത്തത്, അപ്പോൾ അതെന്താണ്, വി ഡി ഡി മൈനസ് സോഴ്സ് വോൾട്ടേജ്. സോഴ്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എൻഡ് അല്ലേ, ഔട്ട്പുട്ട് ഇപ്പോൾ ഏതിൽ നിൽക്കുവാണ്, വി ഡി ഡി മൈനസ് വി ടി എനിൽ നിൽക്കുവാണ്. സോ വി ഡി ഡി മൈനസ് വി ടി എൻ. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വി ഡി ഡി കട്ട് ചെയ്ത് പോകും. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ആവത്തുള്ളൂ, വി ടി എൻ മാത്രമേ ആവത്തുള്ളൂ. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ടി എൻ. സോ എൻഫെറ്റിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് നിയർലി 0.5 മുതൽ 0.7 വോൾട്ട് റേഞ്ചിലാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഫെറ്റിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഈ 2 വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, നിയർലി ഒരു 0.5 മുതൽ 0.7 വോൾട്ട് വരെ ആയിട്ട് മാറും. അപ്പോൾ എൻഫെറ്റിലെ ഗേറ്റ് കൺട്രോൾ സിഗ്നൽ 1 കൊടുത്താൽ മാത്രം, അതായത് ഒരു വി ഡി ഡി വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ എൻഫെറ്റ് ഓൺ ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു വോൾട്ടേജ് കുറയുമ്പോൾ, അല്ലെങ്കിൽ വി ഡി ഡി മൈനസ് വി ടി എന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൺ ആയിരുന്ന എൻഫെറ്റ് എന്താവാനായിട്ട് തുടങ്ങും, വിൽ ടെൻഡ് ടു ടേൺ ഓഫ്. അതായത് ഔട്ട്പുട്ട് വി ഡി ഡി മൈനസ് വി ടി എന്നെ ക്രോസ് ചെയ്യുമ്പോഴത്തേന് ആ ഇൻസ്റ്റൻറ്റിൽ എൻഫെറ്റ് എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഓഫ് കണ്ടീഷനിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വി ഡി ഡി, ഈ നമ്മൾ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, നമ്മൾ വി ഡി ഡി ആണ് കൊടുത്തത്, അത് ഫുള്ളി നമുക്ക് എവിടെ അവൈലബിൾ ആകത്തില്ല, ഔട്ട്പുട്ടിലേക്ക് ഫുള്ളി കിട്ടത്തില്ല. എവിടം വരെ കിട്ടത്തുള്ളൂ, അപ് ടു വി ഡി ഡി മൈനസ് വി ടി എൻ വരെ കിട്ടത്തുള്ളൂ. സോ ഇറ്റ് ഈസ് സംവാട്ട് ദാറ്റ് ഓഫ് എ ലോജിക് 0, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു വീക്ക് ലോജിക് 0 ആണെന്ന് പറയാം. വീക്ക് ലോജിക് 1 ആണെന്ന് പറയാം. 1 നമുക്ക് ഫുള്ളി കിട്ടത്തില്ല. സോ ഇറ്റ് വിൽ നോട്ട് പാസ് എ ലോജിക് 1. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ. അതായത് എൻമോസ് ഇസ് ഐഡിയൽ ടു പാസ് എ സ്ട്രോങ് 0 ആൻഡ് വീക്ക് 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ വി ഡി ഡി കൊടുത്തതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ലോജിക് 0 ആയിരുന്നു കൊടുത്തതെങ്കിൽ ആ വോൾട്ടേജ് എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ അത് ഈസി ആയിട്ട് 0 പാസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ലോജിക് ഡിസൈനൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും എൻഫെറ്റ്സിനെ താഴേക്ക് കണക്ട് ചെയ്യുന്നത്. കാരണം എൻഫെറ്റ് എപ്പോഴൊക്കെ ഓൺ ആയിരിക്കുമോ അപ്പോഴെല്ലാം ദ ഔട്ട്പുട്ട് വിൽ ബി കണക്റ്റഡ് ടു ഗ്രൗണ്ട് അല്ലേ, ബിക്കോസ് എൻഫെറ്റ് ഇസ് ക്യാപ്പബിൾ ഓഫ് പാസിങ് എ സ്ട്രോങ് 0. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം. ഒരു PMOS ട്രാൻസിസ്റ്ററിൻ്റെ കേസ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ എൻമോസ് കൺസിഡർ ചെയ്ത പോലെ ഒരു PMOS ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുവാണ്. സോ ദിസ് ഈസ് ദ ഡ്രെയിൻ എൻഡ്, ദിസ് ഈസ് ദ സോഴ്സ് എൻഡ്, ദിസ് ഈസ് ദ ഗേറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഗേറ്റ്. സോ ഞാൻ ഡ്രെയിൻ എൻഡിൽ എന്ത് കൊടുക്കുവാണ്, ഒരു ലോജിക് 0 ആണ് കൊടുക്കുന്നത്. സോ ആ ലോജിക് 0 എനിക്ക് സോഴ്സിൽ അവൈലബിൾ ആവണമെങ്കിൽ PFET ഓൺ ആയിരിക്കണം. PFET ഓൺ ആവണമെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി 0. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്, ഗേറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡ്രെയിൻ എൻഡിൽ 0 ഇൻപുട്ട് സോഴ്സ് എൻഡിലേക്ക് പോവും. അതായത് ഔട്ട്പുട്ട് എൻഡ് 0 ആവുകയാണ്, വോൾട്ടേജ് 0 ആവുകയാണ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് അല്ലേ, എങ്കിലല്ലേ അത് 0 വോൾട്ട് ആവുള്ളൂ. ഔട്ട്പുട്ട് സ്റ്റാർട്ട്സ് ടു ഡിസ്ചാർജിങ് ടു 0 വോൾട്ട് അല്ലേ, 0 വോൾട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവിടെയും കണ്ടീഷനാണ്, എന്താണ്, വെൻ ഔട്ട്പുട്ട് റീച്ചസ് വി ഡി ഡി മൈനസ്
സോറി വെൻ ദി ഔട്ട്പുട്ട് സീറോയിലേക്കല്ലേ ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ വെൻ ദി ഔട്ട്പുട്ട് റീച്ചസ് ദ ത്രഷോൾഡ് വോൾട്ടേജ് ഓഫ് PMOS. നമ്മൾ PMOSൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് നെഗറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് PMOSൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് VTP എത്തുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. VTP എത്തുന്ന സമയത്ത് സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് എന്താണ്? VSG എന്ന് പറയുന്നത് എന്താണ്? കാരണം VSG എന്ന് എടുക്കാൻ കാരണം ഗേറ്റിൽ 0 വോൾട്ടാണ്, സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VTP. സോ VSG എന്ന് വേണം എടുക്കാനായിട്ട്. സോ VSG എന്ന് പറയുന്നത് VS മൈനസ് ഗേറ്റ് വോൾട്ടേജ്. VS എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് VTP മൈനസ് ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു VTP. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിലേക്ക് മാറും? ത്രഷോൾഡ് വോൾട്ടേജിലേക്ക് മാറും. അപ്പോൾ PMOS ഇവിടെ ഓൺ ആയിരിക്കണമെങ്കിൽ നമുക്കറിയാം PMOS ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ നമുക്ക് 0 വോൾട്ട് കൊടുത്തേ പറ്റൂ, അല്ലേ? 0 കൊടുത്താൽ മാത്രമേ PMOS ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ഓൺ ആവണമെങ്കിൽ VSG എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ത്രഷോൾഡ് വോൾട്ടേജ് ഓഫ് VTP. കാരണം ത്രഷോൾഡ് വോൾട്ടേജ് നെഗറ്റീവ് ആണല്ലേ. സോ VSG ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VTP. ഇഫ് ദി ഔട്ട്പുട്ട് ഗോസ് ബിലോ VTP, അതായത് VTP എത്തിയപ്പോഴാണ് എന്താവുന്നത്? നമുക്ക് കണ്ടീഷൻ കിട്ടുന്നത്. സോ VTPക്ക് താഴെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? PMOS ഓഫ് ആവാനുള്ള ടെൻഡൻസി ആയിരിക്കും. സോ PMOS ഓഫ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്ന എന്ത് കിട്ടത്തില്ല? ഔട്ട്പുട്ടിൽ കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ PMOS വിൽ പാസ് ഓൺലി എ സ്ട്രോങ് 1. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന 0 വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് PMOS ഓഫ് ആവുന്നത്. സോ PMOS കനോട്ട് പാസ് 0, അല്ലെങ്കിൽ PMOS പാസസ് എ വീക്ക് 0 ബട്ട് എ സ്ട്രോങ് 1. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് ലോജിക് ഡിസൈനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് PMOS നെറ്റ്വർക്ക്, അല്ലെങ്കിൽ PMOS നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പുള്ളപ്പ് നെറ്റ്വർക്ക് എന്നാണ്, അല്ലേ? പുള്ളപ്പ് നെറ്റ്വർക്ക് എന്ന് പറയാൻ കാരണം ദ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു VDD ബിക്കോസ് PMOS ഇസ് കേപ്പബിൾ ഓഫ് പാസിങ് സ്ട്രോങ് 1s. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ PMOSന് എപ്പോഴും VDDയിലേക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനായിട്ട്. ജസ്റ്റ് NFETലും PFETലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വരുമ്പോൾ എപ്പോഴാണ് NMOS PMOS ടേൺ ഓഫ് ആകുന്നതെന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ ലാസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്തതായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 5 മാർക്കാണ് ആക്ച്വലി വരുന്നത്. സോ 5 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്ടുണ്ട്, അല്ലേ? എന്താണ്? PMOS ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് 1, NMOS ക്യാൻ പാസ് ഓൺലി സ്ട്രോങ് 0s. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ഡിവിഷനാണ്. 2.5 2.5 വെച്ചിട്ടാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്. സോ ടോട്ടൽ 5 മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th A part question. Draw the circuit diagram and layout of a 2-input CMOS NAND gate. Okay, സോ CMOS NAND ഗേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ലോജിക് ഗേറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ സാധാരണയായിട്ട് സ്റ്റാറ്റിക് ലോജിക് ഡിസൈൻ വെച്ചിട്ടേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 5th A പാർട്ട് എന്ന് പറയുന്നത്. സോ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് 5 മാർക്കും ദെൻ ലേ ഔട്ട് വരയ്ക്കുന്നതിന് 5 മാർക്കും. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ലേ ഔട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിക്ക് ഡയഗ്രാം ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ലേ ഔട്ട് വരയ്ക്കാൻ. സോ മേ ഓർ മേ നോട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാമത്തിനകത്ത് സ്റ്റിക്ക് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മീൻ ചെയ്തിട്ടുണ്ടാവും. കാരണം സർക്യൂട്ട് ഡയഗ്രാമത്തിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. നാൻഡിൻ്റെ എക്സ്പ്രഷൻ അറിയാം, ദെൻ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ലോജിക് ഗേറ്റ്സ് ഒക്കെ ചോദിച്ചാൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഴുതാം നിങ്ങൾക്ക്, ദെൻ ട്രൂത്ത് ടേബിൾ എഴുതാം, ദെൻ അതിൽ നിന്ന് നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലേ ഔട്ട് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റിക്ക് ഡയഗ്രാം വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ വരച്ചാൽ ലേ ഔട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മാർക്സ് ഈക്വൽ ഡിവിഷനാണ്. സർക്യൂട്ട് ഡയഗ്രാം 5 മാർക്സ്, ലേ ഔട്ട് 5 മാർക്സ്. ഇങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ വരുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ബി പാർട്ട്. ഇംപ്ലിമെൻറ്റ് ദ ഫംഗ്ഷൻ u is equal to a bar b plus a b bar and v is equal to ab plus a bar b bar using complementary pass transistor logic. സോ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മൾ കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് തന്നെ ഡയറക്റ്റ്ലി
മാപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതിന് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നതാണ് പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. CPL ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ട്രാൻസിസ്റ്ററിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CPL ലോജിക്ക് വരുന്നത്. സോ CPL ലോജിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയത്ത് നമുക്ക് ട്രൂ ഫംഗ്ഷനും മാപ്പ് ചെയ്യാൻ പറ്റും, ദെൻ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫംഗ്ഷനും മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ U is equal to A bar B plus A B bar എന്നാണ് ക്വസ്റ്റ്യൻ, ആൻഡ് V is equal to A B plus A bar B bar അല്ലേ? അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. A bar B plus A B bar എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ XOR ഗേറ്റ്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് AB plus A bar B bar, അതായത് XNOR ഗേറ്റ്. അപ്പോൾ ഒരേ സമയത്ത് ട്രൂ ഔട്ട്പുട്ടും കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ടും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ സർക്യൂട്ട് ഡയഗ്രാം ഡയറക്റ്റായിട്ട് വരയ്ക്കുക. അതിൻ്റെ ട്രൂത്ത് ടേബിൾ ലൈക്ക് XOR ഗേറ്റിൻ്റെയും XNOR ഗേറ്റിൻ്റെയും കൂടെ കമ്പൈൻഡ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. സോ അത്രയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടും. ഡയറക്റ്റ് സർക്യൂട്ട് ഡയഗ്രത്തിനാണ് മാർക്ക് പോകുന്നത്, പക്ഷേ അതിൻ്റെ കറക്റ്റ് ഇൻപുട്സ് ഒക്കെ ലേബൽ ചെയ്തിരിക്കുക. ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 5 മാർക്സ് ഫുൾ മാർക്സ് നിങ്ങൾക്ക് അതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ A പാർട്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്മിഷൻ ഗേറ്റ്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ട്രക്ചറും വർക്കിംഗ് ഓഫ് എ ട്രാൻസ്മിഷൻ ഗേറ്റ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഗേറ്റ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ലോജിക് സിമ്പിൾ വരയ്ക്കുക, ദെൻ അതെങ്ങനെയാണ് ആ ട്രാൻസ്മിഷൻ ഗേറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് എഴുതുക. അപ്പോൾ വർക്ക് ചെയ്യുന്നത് എഴുതാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇംപ്ലിമെൻ്റ് എ 4x1 മൾട്ടിപ്ലെക്സർ യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ്സ്. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റേഷൻ വെച്ച് ആ ഇംപ്ലിമെൻറ്റേഷൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ അത് ഒരു 10 മാർക്ക് എസ് എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഈ ട്രാൻസ്മിഷൻ ഗേറ്റ്, പാസ് ട്രാൻസിസ്റ്റർ, സ്റ്റാറ്റിക് ലോജിക് ഡിസൈൻ പോലത്തെ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം മിക്കവാറും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, ലൈക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാർക്ക് ഡിവിഷൻ ആക്ച്വലി വരുന്ന 3 പാർട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് സ്ട്രക്ചർ ഓഫ് ട്രാൻസ്മിഷൻ ഗേറ്റ്, ദെൻ പിന്നെ ചോദിക്കുന്നത് വർക്കിംഗ് ഓഫ് ട്രാൻസ്മിഷൻ ഗേറ്റ്, ദെൻ പിന്നെ വരുന്നത് ഒരു 4x1 മക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കുന്നതിന്, അതായത് എന്താണ് ട്രാൻസ്മിഷൻ ഗേറ്റ് എന്നും അതിൻ്റെ ആ സിമ്പൽ വരയ്ക്കുന്നതിനും 2 മാർക്ക്, അതിൻ്റെ വർക്കിംഗ് പറയുന്നതിന് 4 മാർക്സ്. അപ്പോൾ വർക്കിംഗ് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ലൈക്ക് ആൻഡ് ഗേറ്റോ നാൻ ഗേറ്റോ ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിളായിട്ട് യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. സോ അതിന് 4 മാർക്സ്. ദെൻ ആ ഇംപ്ലിമെൻറ്റേഷൻ വരയ്ക്കുന്നതിന് 4 മാർക്ക്. ഓക്കെ, അപ്പോൾ അതിന് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, ആ മാർക്സിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അതിന് 4 മാർക്സ്. സോ അത് ടോട്ടൽ 10 മാർക്സ് കിട്ടും. ഇത്രയാണ് ട്രാൻസ്മിഷൻ ഗേറ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്ലിമെൻറ്റ് ദ ഫംഗ്ഷൻ f is equal to AB plus C into DE plus F the whole complement using static CMOS logic design. സോ ഇത് ആക്ച്വലി സർക്യൂട്ട് ഡയഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് CMOS ലോജിക് ഡിസൈൻ എന്ന് ഉദ്ദേശിച്ചാലും അത് സ്റ്റാറ്റിക് ലോജിക്ക് തന്നെയാണ്. ഡൈനാമിക്കിലാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, യൂസിങ് ഡൈനാമിക് ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാറ്റിക് ലോജിക്കിലാണെങ്കിൽ നമുക്ക് പുൾ അപ്പ് നെറ്റ്വർക്കും പുൾ ഡൗൺ നെറ്റ്വർക്ക്സും യൂസ് ചെയ്യുന്നുണ്ടാവും. ഡൈനാമിക്കിലാണെങ്കിൽ പുൾ ഡൗൺ നെറ്റ്വർക്ക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൻഡ് ദ ലോജിക് ഈസ് കൺട്രോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ക്ലോക്ക്. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് സ്റ്റാറ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഡൈനാമിക്കിന് കുറവായിരിക്കും. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് CMOS ലോജിക്കിൽ ജസ്റ്റ് എക്സ്പ്രഷൻ മാപ്പ് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ തരുന്ന എക്സ്പ്രഷൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ F എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, AB പ്ലസ് C ഇൻറ്റു DE പ്ലസ് F ദി ഹോൾ കോംപ്ലിമെൻറ്റ് എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. എപ്പോഴും CMOS ലോജിക്കിൽ നമുക്ക് എന്ത് ഫംഗ്ഷൻ മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻസ് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു കോംപ്ലിമെൻറ്റ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിരുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ റിയലൈസ് ചെയ്തതിന് ശേഷം അതിനെ എന്തിലേക്ക് കണക്ട് ചെയ്യണം? ഔട്ട്പുട്ട് ഷുഡ് ബി കണക്റ്റഡ് ടു എ CMOS അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഇൻവേർട്ടറിലേക്ക്
കണക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എഫ് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് ഫംഗ്ഷനായിട്ടാണ് തന്നേക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഔട്ട്പുട്ടാണ്. ട്രൂ ഫംഗ്ഷനാണ് തന്നേക്കുന്നതെങ്കിൽ ആദ്യം കോംപ്ലിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അതിനെ എന്തിൽ കണക്ട് ചെയ്യുക, ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുക. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങളുടെ ആക്ച്വൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നതിന് സ്പെഷ്യൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് ഫംഗ്ഷൻ തന്നെ എന്താണ് കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ തന്നെയാണ് സ്റ്റാറ്റിക് ലോജിക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് ഡയറക്റ്റ് 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ എക്സ്പ്രഷൻ വരുമ്പോൾ ഇപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം ഒരു 6 വേരിയബിൾ എക്സ്പ്രഷൻ ആണല്ലേ. അപ്പോൾ അതിൻ്റെ വരയ്ക്കുമ്പോഴത്തേനും ആ സർക്യൂട്ട് ഡയഗ്രവും വലുതായിരിക്കും. എ ബി പ്ലസ് സി ഇൻറ്റു ഡി ഇ പ്ലസ് എഫ് ദി ഹോൾ കോംപ്ലിമെൻറ്റ്, ഇങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റിക് ലോജിക് ഡിസൈൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോഴത്തേക്കും കഴിയുന്നതും താഴേന്ന് മേലോട്ട് വരയ്ക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാം, മേലേന്ന് താഴോട്ട് വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കൺവീനിയൻറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ പഠിക്കാം. ഇപ്പം ഞാൻ പഠിപ്പിച്ച താഴേന്ന് മേലോട്ടായതുകൊണ്ട് ആ കൺവെൻഷണൽ മെത്തേഡിൽ തന്നെ ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ താഴേന്ന് മേലോട്ട് വരുമ്പോൾ ആദ്യം പുൾ ഡൗൺ നെറ്റ്വർക്കാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ. പുൾ ഡൗൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഫെറ്റ് അല്ലെങ്കിൽ എൻമോസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. സോ എൻമോസ് ട്രാൻസിസ്റ്റർ വരയ്ക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് ഫംഗ്ഷനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ സീരീസ് ആയിട്ട്, ഓർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് പാരലലായിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടേംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എ ബി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ദെൻ സി ഇൻറ്റു ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ബ്രാക്കറ്റിനകത്ത് തന്നെ ഒരു പ്രോഡക്റ്റും ഒരു അഡിഷനും വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ എന്താണ്, ആ 2 ടേംസിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എ ബി എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഫംഗ്ഷനാണ്. സോ പ്രോഡക്റ്റ് ഫംഗ്ഷൻ ആകുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്യാണ്, 2 എൻമോസ് ട്രാൻസിസ്റ്ററിനെ എ ബി 2 എൻമോസ് ട്രാൻസിസ്റ്ററിനെ പ്രോഡക്റ്റായിട്ട് വരയ്ക്കുവാണ്. ഇനി അടുത്തത് അതിന് പ്ലസ് ആണ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ എ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ വേറെ ഏതോ ഒരു സെറ്റ് ഓഫ് സർക്യൂട്ട്സിന് ഓപ്പോസിറ്റായിട്ടേ വരത്തുള്ളൂ അല്ലേ, പാരലായിട്ടേ വരത്തുള്ളൂ. ഇനി ആ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും വേരിയബിൾസ് ആണ്, സി ഡി ഇ എഫ്. അതിനകത്ത് തന്നെ ആദ്യം നമ്മൾ ആരെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ബ്രാക്കറ്റ് ഫംഗ്ഷനെ വേണം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഇനി ബ്രാക്കറ്റിനകത്ത് നോക്കിയേ, ഡി ഇ പ്ലസ് എഫ്, ഒരു പ്രോഡക്റ്റും ഉണ്ട് ഒരു അഡിഷനും ഉണ്ട്. സോ ആദ്യം ഡി ഇ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഡി ഇ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരും, ഡി ഇ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതെന്തായിട്ട് വരും, സീരീസ് കോമ്പിനേഷനായിട്ട് വരും. ഡി ദെൻ ഇ, ഡി ഇ പ്ലസ് എഫ് ആണല്ലേ. സോ പ്ലസ് എഫ് എന്ന് പറയുമ്പോൾ അതിന് പാരലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ഒരു എൻമോസ് ട്രാൻസിസ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് ടേം കഴിഞ്ഞു. അതിനെ ആരുമായിട്ട് ഡോട്ട് ചെയ്യണം, സി എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററുമായിട്ട് ഡോട്ട് ചെയ്യണം. അപ്പോൾ സി ഇൻറ്റു, ഇപ്പോൾ ഇതിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ സി ഡോട്ട് എക്സ് എന്നാണ് വേണ്ടത് അല്ലേ. ആ സി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ വരും, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഫണ്ട് നമ്മൾ ബ്രാക്കറ്റ് ടേമാണ് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ആ സി എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആക്ച്വലി എവിടെ വരത്തുള്ളൂ, മേലെയായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സി ഡോട്ട് ബ്രാക്കറ്റ് ഫംഗ്ഷൻ എന്നുള്ള കോമ്പിനേഷനിൽ വരത്തുള്ളൂ, ഒരിക്കലും താഴെ കൊണ്ട് വരയ്ക്കരുത്. ഓക്കെ, സോ ഇതിനെ കഴിയുമ്പോഴത്തേനും ഇനി വേറെ വേരിയബിൾസ് ഒന്നും നമുക്ക് മാപ്പ് ചെയ്യാനില്ല. സോ എ ബി പ്ലസ് ഈ സർക്യൂട്ടാണല്ലേ. സോ അതിൻ്റെ രണ്ടിനെ എന്ത് ചെയ്യുക, സോഴ്സിൻ്റെ താഴത്തെ ടെർമിനൽസിനെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലേക്ക് കണക്റ്റ് ചെയ്യാം. ദെൻ മേലത്തെ ഡ്രെയിൻ ടെർമിനൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ നമുക്ക് ഇത്രയും പുൾ ഡൗൺ നെറ്റ്വർക്ക് കഴിഞ്ഞു. ഇനി ഇതേപോലെ എന്ത് വരയ്ക്കണം, നമുക്ക് പുൾ അപ്പ് നെറ്റ്വർക്ക് വരയ്ക്കണം. സോ പുൾ അപ്പ് നെറ്റ്വർക്ക് വരച്ചപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എ ബി ആയിരുന്നു. എ ബി എൻമോസ് സീരീസ് ആണെങ്കിൽ എ ബി പി മോസ് എന്തായിട്ട് വരും, പാരലായിട്ട് വരും. സോ പാരലായിട്ട് വരയ്ക്കുകയാണ്, ഒരു പി മോസ് നെറ്റ്വർക്കാണ്. സോ അവിടെ നമുക്ക് ബബിള് വരയ്ക്കാനായിട്ട് മറന്നു പോകരുത്, എ ബി. ഓക്കെ, എ ബി പാരലൽ വരച്ചു. ദെൻ അതിനുശേഷം എന്താ വരയ്ക്കാനുള്ള, സി ഡോട്ട് ഈ സർക്യൂട്ടാണല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സി പ്ലസ് ഈ സർക്യൂട്ട് എന്ന് വരും. അപ്പോൾ സി പ്ലസ് വരുമ്പോഴത്തേനും എന്തായാലും സി എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, പാരലായിട്ടായിരിക്കും വരയ്ക്കുന്നത്. സോ സി എനിക്കിവിടെ വരയ്ക്കാം. ദെൻ ഈ സർക്യൂട്ടിൽ മാറുന്നത് എങ്ങനെയാണ്, ഡി ഇ ആൻഡ് ഗേറ്റ് അല്ലെ പ്രോഡക്റ്റും എഫ് പാരലലും. സോ മുകളിൽ പോകുമ്പോൾ ഡി ഇ പാരലായിട്ട് വരും.
എങ്ങനെയാ നോക്കി, ഡി ഇ എന്ന് പറയുന്നത് പാരലായിട്ട് വരയ്ക്കുക. സോ ഡി ദെൻ ഇ, ഡി ഇ പാരലായിട്ട് വരും. അതിന് സീരീസ് ആയിട്ട് ആരെ വരയ്ക്കണം, എഫ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിനെ വരയ്ക്കണം. സോ ഇത് എഫ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ ഇതിനെ ഈ സർക്യൂട്ടറി നമുക്ക് കമ്പൈൻ ചെയ്യാം. ദെൻ വേറെ പി മോസ് ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ പി മോസിനെയും കൂടെ കണക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കാം, വി ഡി ഡിയിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് പുൾ ഡൗൺ നെറ്റ്വർക്കിൻ്റെയും പുൾ അപ്പ് നെറ്റ്വർക്കിൻ്റെയും ഇൻ്റർസെക്ഷനിൽ നിന്നാണ് നമ്മൾ ആരെ എടുക്കുന്നത്, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഫ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ കിട്ടും. സപ്പോസ് ട്രൂ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് കിട്ടുന്നത് എഫ് ഡാഷ് ആണ്. ആ എഫ് ഡാഷിനെ കൊണ്ടുവന്ന് ഒരു CMOS ഇൻവെർട്ടറിൽ കൂടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എഫ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ സർക്യൂട്ട് വരയ്ക്കുന്നതിനാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് മാർക്സ് 5 മാർക്സ്. സർക്യൂട്ട് കറക്റ്റ് ആണെങ്കിൽ 5 മാർക്സ് ഡയറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 2020 വെച്ച് നോക്കുമ്പോഴത്തേനും ഏകദേശം ചോദിച്ചിട്ടുള്ള ടോപ്പിക്സൊക്കെ റിപ്പീറ്റഡ് ടോപ്പിക്സ് തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ലൈക്ക് 10-5 10-5 എന്നുള്ള രീതിക്ക് തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ചോദിച്ചേക്കുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് പഠിക്കുക. താങ്ക് യു.